ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. നമ്മുടെ എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനുകളും വൃത്തിഹീനങ്ങളാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് യാത്രയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. നമ്മളെയാണല്ലോ മച്ചമ്പി. ടൂറിസത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് സൗന്ദര്യബോധം, കലാബോധവും വൃത്തിയും. ഇത് രണ്ടും കേരളത്തിൽ അടിയന്തരമായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ടതുണ്ട്. പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. പ്രധാനമായിട്ടും ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. അങ്ങനെ പറയരുത്. ഗവൺമെന്റ് മാറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അത് പിന്നീട് വരുന്ന പണിക്ക്, പിന്നീട് വരുന്ന ഒരു പ്രോജക്റ്റിന് വലിയ തടസ്സമായിട്ട് മാറുകയും ചെയ്യും. കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയില്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. അതാ ഇതുവരെ ചെയ്ത പല പ്രവർത്തനങ്ങളുമാണ് ടൂറിസത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ശാപങ്ങളും തടസ്സങ്ങളും. ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ തുടങ്ങാമായിരുന്നു, നല്ല രീതിയിൽ അത് തുടങ്ങാമായിരുന്നു. പിന്നെ നാണക്കെടുത്തി. നിർഭാഗ്യവശാൽ കേരളത്തിലെ ടൂറിസത്തിന് യാതൊരു പ്ലാനിങ്ങും ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. കുറെ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് വന്ന് നാളെ മാറിപ്പോകുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ തന്നെ തീരുമാനം എടുക്കുമ്പോൾ ഇവർക്ക് ടൂറിസം എന്താണ്, ഉത്സവം എന്താണെന്ന് പോലും തിരിച്ചറിയത്തില്ലാത്തവരാണ് ഈ വരുന്നത്. അവരുടെ ഭ്രാന്തമായ വന്യമായ ഭാവനയിൽ എവിടുന്നോ കേട്ടറിഞ്ഞ കുറേ സാധനങ്ങളായിട്ട് കൊണ്ട് നിറക്കുകയാണ്. അതിൽ പ്രൊഫഷണൽസിൻ്റെയോ ലോക നിലവാരമുള്ള ഡിസൈനേഴ്സിൻ്റെയോ ഒന്നും അഭിപ്രായം ചോദിച്ചിട്ടല്ല അതൊന്നും ചെയ്യുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അപ്പോൾ ഈ പോരായ്മകളെല്ലാം അവിടെയുണ്ട്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ഓഡിറ്റോറിയം, ഈ ഓഡിറ്റോറിയം പണിതതും റൺ ചെയ്യുന്നതും സർക്കാരായിരുന്നെങ്കിൽ ഈ ഒരു ഫെസിലിറ്റിയിൽ നിങ്ങൾ ഇരിക്കില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ പല സ്ഥലങ്ങളും നമുക്കറിയാം, സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള പല സ്ഥലങ്ങളും ഒരു 3 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല.